ശരിക്കും നിത്യവും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവവും ഇടക്കിടക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഇവരുടെ അനുഭവം നിങ്ങൾക്കൊന്നും അറിയണമെന്നുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. നിത്യവും പ്രാക്ടീസ് ചെയ്താൽ ഏത് രീതിയിലായിരിക്കും സംസാരിക്കാമെന്നും ഇടക്കിടക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഈ എന്തെങ്കിലും വിഷയം വരുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബിഗിന എവിടെയുള്ള ഇപ്പോ? സലൂണില്. ബിഗിന, സലൂണിലെ കച്ചവടം നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു ദിവസം 50,000 രൂപയാണ്. അതെ. ഇന്നലത്തെ കച്ചവടം 11,000 രൂപയായിരുന്നു. അതെ. അതിന് മുമ്പത്തെ ദിവസം 5,000 രൂപയായിരുന്നു. അതെ. അതിന് കുറച്ച് ദിവസം മുമ്പ് 22,000 രൂപയായിരുന്നു. അതെ. അപ്പൊ ഇത് എങ്ങനെയാണ് ബിഗിന ഇത് ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി വരുമ്പോ വൈകിട്ടാകുമ്പോ ടെൻഷൻ അടിക്കൂലേ? ഇല്ല, എനിക്ക് കിട്ടും. ഇന്ന് കിട്ടിയില്ല, എനിക്ക് നാളെ കിട്ടും. അതെന്താ അങ്ങനെ? 5,000 കിട്ടിയാലും ഒരുപോലെ, 22,000 കിട്ടിയാലും ഒരുപോലെ, 50,000 വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് എത്തും. എനിക്ക് 5,000 കിട്ടിയാലും നന്ദി മാത്രം, 22,000 കിട്ടിയാലും ഒരേപോലെ. എന്റെ മൈൻഡ് അങ്ങനെയാണ്, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അതെങ്ങനെ അങ്ങനെ ശരിയാവും? അത് അപ്പൊ നമ്മൾ കണക്കൂട്ടൽ തെറ്റൂലേ? ഇല്ല, കണക്കുകൂട്ടൽ തെറ്റുന്നില്ല. ഇപ്പൊ എന്താ ഓഫ് സീസൺ ആണ്. ഓഫ് സീസണില് എനിക്ക് ഈ 5,000 കിട്ടുന്നത് 50,000, കാരണം ആ രീതിയാണ് നമ്മളുടെ സലൂണിന്റെ സ്ഥിതി കിടക്കുന്നത്. ഓരോ ദിവസം കൂടി വരും. ഇപ്പം മുസ്ലിം ഏരിയയും കൂടെ ആയത് കാരണം ഞാനിപ്പോ ഈ 5,000 കിട്ടുന്നത് എന്റെ ലെക്കായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. മുസ്ലിം ഏരിയ ആണ്. ഞാൻ അന്വേഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത്രയും കിട്ടാത്ത ഒരു സമയത്ത് കൂടെയാണ് എനിക്ക് ഇത്രയും കിട്ടി വരുന്നത്. അതിനെനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ബിഗിന ഒരു വർഷം മുമ്പ് എന്റെ അടുത്ത് വരുമ്പോ, എന്റെ ക്ലാസ്സിൽ വരുമ്പോ ഏത് അവസ്ഥയിലാ വന്നതെന്ന് പബ്ലിക്കിനോട് പറഞ്ഞു കൊടുത്തേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ലെവലിലാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. കാരണം എനിക്ക് എന്റെ ഒരു വലിയൊരു ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ അത് എങ്ങനെ വീട്ടും എന്ന് ആലോചിച്ചിട്ട്, എനിക്ക് നല്ല ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്, പക്ഷെ വലിയൊരു ബാധ്യതയും കൂടെ എന്റെ തലയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു വരുന്നത്. കാരണം അത് എനിക്ക് എന്റെ ഫാമിലിനോട് പറയാൻ പറ്റാത്തൊരു മാറ്റർ ആയിരുന്നു. അപ്പൊ സാറിന്റെ ആ വാക്കുകള് അതെനിക്ക് ഇന്നിപ്പോ ഞാൻ സാറിന് പറഞ്ഞു തരും എന്റെ ഒരു അനുഭവം എന്താന്നുള്ളത്. ഞാൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നെന്നുള്ളത്. സാധാ ഒരു ലേഡി സലൂണിന്ന് ഞാൻ ഇന്നിപ്പോ ഏത് ലെവലിലാന്ന് സാറ് തന്നെ പബ്ലിക്കിനോട് പറയും. അതായിരിക്കും നന്നാവുക. അത്രയും സന്തോഷത്തില് ഇന്നിപ്പോ ഞാൻ വലിയൊരു സലൂണിന്റെ ഓണറാണ്, വലിയൊരു ഫാമിലി സലൂണിന്റെ ഓണറാണ്. ഒരു വർഷം മുന്നേ ആണെങ്കിലും എനിക്ക് ഈ പോസിറ്റീവ് ബെറ്റർ. അതെ. ഒരു വർഷം മുമ്പ് ബീഗിന എന്റെ അടുത്ത് വരുമ്പോ 10 ലക്ഷം രൂപ കടം ഒരാൾക്ക് കൊടുക്കാനുണ്ട്. കടം വാങ്ങിച്ച പൈസയല്ല, ഒരു വാക്കാൽ പറ്റിപ്പോയ ഒരു വാക്കുതാണ്. ആ കാശ് എങ്ങനെ കൊടുക്കുമെന്നറിയാതെ ഗത്യന്തരമടിച്ച് ഒരു ചെറിയ സലൂൺ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അത്യാവശ്യം വരുമാനമുണ്ട്, ജീവിച്ചു പോകേണ്ട വരുമാനം മാത്രമുള്ള സലൂൺ നടത്തിക്കൊണ്ടിരുന്ന ആള് ആ 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് മാത്രമല്ല, ഇന്ന് 50 ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു ഫുൾ ബിൽഡിംഗ് ആണ് ഒരു സലൂൺ. ആ സലൂൺ ഫുൾ ബിൽഡിംഗ് ആണ്, ഒരു ഷോപ്പല്ല, ഒരു ഓഫീസല്ല. സ്പായും നമ്മുടെ എന്താ പറയാ ബാക്കിയുള്ള കംപ്ലീറ്റ് മൊറോക്കൻ ബാത്തും ഒക്കെ ഉള്ള ഹൈഫൈ ആയിട്ടുള്ള ആ ഭാഗത്ത്, എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ ഏറ്റവും ഹൈഫൈ ആയിട്ടുള്ള ഒരു സലൂണിന്റെ ഉടമയാണ് ബിഗിന. 50 ലക്ഷം രൂപയാണ് ആ ബിൽഡിംഗ് തന്നെ. ബിൽഡിംഗ് അവർ റെന്റ് ആണെങ്കിലും അതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെലവാക്കിയിട്ട് അത്രയും ഇതുള്ള ഒരു ഹൈഫൈ ആയിട്ടുള്ള ആളാണ്. വീട്ടിലേക്ക് വരാനുള്ള ദൂരം കുറച്ച് കൂടുതലായതുകൊണ്ട് അവിടെ വീടും എടുത്തു. മോനും ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ട്. സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ പ്രീമിയം എന്നതിന് അപ്പുറത്തേക്ക് എന്താ പറയാ ലക്ഷറി സലൂണിന്റെ, ബ്രാൻഡഡ് സലൂണിന്റെ ഉടമയാണ് ഒരു വർഷത്തിനകത്ത് ബിഗിന. സത്യം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ആ സലൂണിൽ നിന്നോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കിപ്പോ ഈ ലിങ്കിൽ കയറാൻ പറ്റിയത്. ഞാൻ സാധാരണ സലൂണിൽ വന്നതിന് ശേഷം ഇപ്പൊ വരാറ് കുറവാണ്. പക്ഷെ ഇത് ഞാൻ ആക്സിഡന്റലി കണ്ടു, പെട്ടെന്ന് കയറി. അത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് സലൂണിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, ഇതും കൂടി എടുത്തു പറയാം. ബിഗിന ഓരോ പ്രാക്ടീസും
ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്ത ആളാണ്. ഓരോ കോംപ്രമൈസ്, ഈവൻ നമ്മുടെ ലൈവ് മെഡിറ്റേഷൻ വന്നിട്ട് വിഘ്നെ ഞാൻ പിടിച്ചു നിർത്തിയതാ. മെഡിറ്റേഷൻ വൈബ്രേഷൻ പിടിക്കാൻ കഴിയാത്ത ഇപ്പോഴും അതെ. പിന്നെ അത്രയും ഹൈ എനർജിയാണ്. രാവിലത്തെ യോഗ കണ്ടാലും മതി, മെഡിറ്റേഷൻ കണ്ടാലും മതി, ഏത് പ്രാക്ടീസ്, എല്ലാ കോഴ്സുകളും വിഘ്ന നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ കോഴ്സിലും കൃത്യമായി കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു പോയി. അതെല്ലാം നിത്യ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൃത്യമായി പറയാം, ഒരു ദിവസം വരെ എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു ദിവസത്തെ കച്ചവടം എത്രയാണെന്ന് ചിലപ്പോ ചില ദിവസം വൈകിപ്പോകും. വിഘ്ന ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്ത മെത്തേഡാണത്. ഓരോ ദിവസത്തെയും ബിസിനസ് നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കണം. വിഘ്ന അടച്ച് സലൂൺ അടച്ച് വീട്ടിൽ പോകുമ്പോൾ കറക്റ്റ് കണക്ക് എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് മാത്രമേ വിഘ്ന പോകാറുള്ളൂ. എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല, ഞാനത് കാണുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധം ഉണ്ടായതിനു ശേഷം പോകുന്നു. അതൊരു കമ്മിറ്റ്മെന്റ്. ഞാൻ മറുപടി സാർ ഇത് കാണും, സാർ സന്തോഷിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ സാറിന്റെ മറുപടി അല്ല, എനിക്ക് സാർ സന്തോഷിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ എനിക്കത് മതി. ആ ഒരു അവിടെ എല്ലാം കമ്മിറ്റ്മെന്റ് ആണ് വിഷയം. കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് യുവർ ലൈഫ്. ഈ കമ്മിറ്റ്മെന്റ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ നിമിഷത്തുള്ള കമ്മിറ്റ്മെന്റ്, ഓരോ പ്രാക്ടീസും കൊണ്ടുള്ള കമ്മിറ്റ്മെന്റ്. ഞാൻ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന, ഞാൻ നേരത്തെ ഇവിടെ ലേഖ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ കമ്മിറ്റ്മെന്റ് ഈ പ്രാക്ടീസ് എല്ലാം നിത്യവും ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ആലോചിക്കാറ്. കാരണം പല തിരക്കിനകത്ത് ഞാനും മറന്നു പറ്റുന്ന. പക്ഷെ എന്നാൽ ചെയ്യുന്ന ആൾക്ക് അടുത്ത ആളും കൂടി പറയാം. സെലിലാൽ വന്നന്ന് മുതലുള്ള ഒരു പ്രാക്ടീസ്, ഒരു ക്ലാസ്സിലും ഒരു പ്രാക്ടീസും ഇപ്പോൾ ചോദിച്ചാലും സാറേ ഞാൻ ആദ്യമായിട്ടാണല്ലോ സാറേ ക്ലാസ്സിൽ കയറുന്നത് എന്ന ഭാവമാണ്. ഒന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാം, അതായത് നമ്മൾ ഒരു മെത്തേഡ് പറയും, ലേൺ, അൺലേൺ, റീലേൺ. ഇതാണ് പ്രോസസ്സ്. പഠിക്കുക, വിട്ടുകൊടുക്കുക, വീണ്ടും പഠിക്കുക. ഇത് കറക്റ്റ് ഞാൻ പഠിപ്പിച്ചോടാ മെത്തേഡ് ശരിക്കും ഞാൻ കണ്ടത് സെലിലാലിലാണ്. രണ്ടാമത്തെ ബിഗിനിയും സെലിലാൽ. എന്ത് പുതിയത് എത്ര പ്രാവശ്യം കേട്ടാലും സെലിലാലാണോ ഇതെന്നാ നോക്കണല്ലോ. ഒരു ഡയറി, എനിക്കത് 10 ഡയറിയോ 15 ഡയറി ആയിട്ട് പേജ് തീർത്തിട്ടുണ്ടാവും അവിടെ. അമേസിങ് റിസൾട്ടുകൾ. ബാക്കി ചെറിയ വാക്കിൽ സെലിലാൽ പറയും, ബാക്കിയൊക്കെ നമുക്ക് അത്രയും വാക്കിലും മനസ്സിലാവും. ബാക്കി കാര്യം ഒന്ന് പറഞ്ഞേ. സാറേ ഏറ്റവും സന്തോഷം, ഞാൻ ഇന്ന് സാറിനോട് ഈ സന്തോഷം പങ്കുവെക്കാൻ പറഞ്ഞല്ലോ, പറ്റിയല്ലോ. സാറിന്റെ കാലിൽ തൊട്ട് ഞാൻ നമസ്കരിക്കുന്നു. എന്റെ മോൻ ഇന്ന് വർക്ക് ഫിനിഷ് ചെയ്ത് എന്നെ വിളിച്ചു പറഞ്ഞു. അവന്റെ ആദ്യത്തെ വർക്ക്. എനിക്ക് വയ്യ. തുടങ്ങിയപ്പോഴും സാറിനോട് പറഞ്ഞിട്ട് പോയി. ഇതിന്റെ ഇടയ്ക്ക് യൂണിവേഴ്സിന്റെ കുറെ കറക്കൽ നമുക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ഈ വർക്ക് ചെയ്യാൻ ഒരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, കോൺക്രീറ്റ് ആയിരുന്നു. അപ്പൊ അതിനൊരു മെഷീൻ കിട്ടണമായിരുന്നു. ഉച്ചയായപ്പോ വിളിച്ചു പറഞ്ഞു മെഷീൻ കേടായി പോയെന്ന്. പിന്നെ ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞു. ഓരോരുത്തരുടെ ഞാൻ അതിന് വാക്കുകൾ കൊണ്ട് നമ്മളെ സഹായിച്ചവരെ പോലും നന്ദി പറഞ്ഞു. 6 മണിയായപ്പം ചെന്നൈയിൽ നിന്നൊരു ഓപ്പറേറ്റർ വന്നു. ചമ്പക്കുളത്തു നിന്ന് മെഷീൻ കിട്ടി. എനിക്ക് എവിടെ തൊട്ട് തൊഴണമെന്ന് അറിയത്തില്ല. ഞാൻ അപ്പൊ മോനോട് പറയും, മോനെ നിനക്ക് കിട്ടി, യൂണിവേഴ്സ് നമ്മളെ പരീക്ഷിക്കുക, ഒന്നുകൂടെ ആഞ്ഞു വിളിക്കാൻ പരീക്ഷ. ഞാൻ സ്റ്റോണും എടുത്ത് കൈ പിടിച്ചോണ്ടാ. ഇന്നലെ 9-ാം തീയതി രാവിലെ 6 മണിക്ക് ആ മെഷീൻ വന്നു. എന്റെ മോൻ ഇന്നലെ ഇന്നുമായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞു. ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു അവൻ വന്നിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ഞാൻ ഈ സ്റ്റോണും എടുത്ത് പിടിച്ച് ബുക്ക് എടുത്ത് എഴുതി ഞാൻ ഇരിക്കുവായിരുന്നു. എനിക്കറിയാം ഇത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മളെ ഒന്ന് വട്ടം. പിന്നെ എനിക്ക് 5-ാം തീയതി എന്റെ മാമൻ മരിച്ചു പോയായിരുന്നു. അപ്പൊ അത് പ്രിയപ്പെട്ട മാമനായിരുന്നു. അതിന്റെ ഒരു വിഷമങ്ങൾ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. പ്രായമുള്ള മാമനെ പോട്ടെ എന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് എനിക്ക് ചെവിക്ക് വേദന അങ്ങ് വന്നിട്ട് ഞാൻ അധികം സംസാരിക്കല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇങ്ങനെ ചെവിയുടെ അവിടെ ഇങ്ങനെ വേദന. ഞാൻ അതുകൊണ്ടാണ് ക്ലാസ്സിലും മെഡിറ്റേഷനും ഒന്നും കയറാതെ 2-3 ദിവസം ഇരിക്കുന്നത്. നാളെ തൊട്ടിനും കയറാം, നാളെ സഞ്ചയം. എനിക്ക് സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടെ, 31-ാം തീയതി നമ്മുടെ പിന്നെ പ്രാണാസ്റ്റോൺ മെഡിറ്റേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഈ വർക്ക് എടുത്തപ്പോ തൊട്ട് കുറെ പൈസ ഇങ്ങനെ ഏതാണ്ടത്തിനൊക്കെ ട്രഷറിയിൽ അടയ്ക്കണം. 31-ാം തീയതി പ്രാണാസ്റ്റോൺ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നു. അവനും കഴിഞ്ഞിട്ട് പോയി കിടന്നു. ഒരു രാത്രി 12 മണിയായപ്പോ ഓടി വന്ന് എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ ഉണന്നേ, എന്റെ അക്കൗണ്ടിൽ 18,000 രൂപ വന്നു. അയ്യോ, ഇതിപ്പോ ഓർക്കാതിരിക്കുമ്പോ 100 രൂപ വന്നാലും നമുക്ക് സന്തോഷമല്ലയോ. ഇവന് ഭയങ്കര സന്തോഷം. ഇവന്റെ അക്കൗണ്ടിൽ ട്രഷറി അതിൽ അടച്ച പൈസ എന്തോ ഏതാണ്ട് ഇത് പാസ്സായി കഴിയുമ്പോ തിരിച്ചു വരുന്നതാ. ഇവന്റെ അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞ് ഇവൻ രാത്രി ഉറങ്ങി എന്നെ വന്ന് വിളിച്ചിട്ട്, പിന്നെ ഞങ്ങൾ എപ്പോഴാ കിടന്നുറങ്ങിയത്. ഓർക്കാതിരുന്ന് 18,000 രൂപ, ഏതാണ്ടത്തിന് 21,000 രൂപ അടയ്ക്കുന്നെ. അതിന്റെ പൈസ അങ്ങോട്ട് എടുത്ത് 1 മാസം അങ്ങോട്ട് കഴിഞ്ഞാ. പിന്നെ 1 വർഷം കഴിഞ്ഞുള്ള പൈസയുണ്ട്, 46 ദിവസം കഴിഞ്ഞുള്ള പൈസയൊക്കെ ഈ ട്രഷറിയിൽ അടിച്ചിട്ടുണ്ട്. ഈ വർക്ക് അടയ്ക്കുന്നത് ഗവൺമെന്റ് വർക്ക് ആയതുകൊണ്ട്. അപ്പൊ ഈ ചെറുക്കന് ഭയങ്കര സന്തോഷം. പ്രാണാസ്റ്റോൺ മെഡിറ്റേഷനിലെ ഒരു പവർ.
അതെടുത്ത ആ ദിവസം തന്നെ കിട്ടിയത്. ഇത് ഞാൻ ഇന്നലെ ഇന്നും ഈ പ്രാണസ്റ്റോൺ എടുത്ത് എന്റെ മോന്റെ വർക്ക് എല്ലാം ഭംഗിയായിട്ട് അവന് ഇഷ്ടപ്പെട്ട വർക്കേഴ്സ് വന്നു, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഭംഗിയായിട്ട്, എല്ലാ യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഇവിടെ എത്തപ്പെട്ടത്. ഞാൻ പ്രാണസ്റ്റോൺ ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ എടുക്കാം. പക്ഷെ എന്റെ കയ്യിൽ ദിവസം ബ്രസ്ലെറ്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ ആ ബ്രസ്ലെറ്റ് അതുണ്ടാവാറുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും ഞാൻ ഇത് എടുത്ത് 5 മിനിറ്റ് ധ്യാനിച്ചിട്ട് നീ പോണോന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ചെയ്യും. അവനും അത് കേട്ട് ചെയ്യും. അതിന്റെ ഗുണം അവന് കിട്ടി ഇന്നും ഇന്നലെ ആയിട്ട്. ഭയങ്കര സന്തോഷം. ഇതിൽ പരം സന്തോഷം. നിങ്ങളിത് കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. നിങ്ങൾ അത്രയും ആ മക്കൾ, അതിൽ ഏറ്റവും വലിയ മക്കൾക്കും കൂടി ആ ഒരു റിസൾട്ട് എടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം. കാരണം മക്കളെ കൂടി പലരും എനിക്ക് കണ്ട കുറേ വീട്ടില് മക്കൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത ഒരുപാട് വീടുകളുണ്ട്. മക്കളിൽ വ്യത്യാസം വന്നു. അതൊക്കെ വളരെ സന്തോഷം. അവർ ആ പ്രായത്തിലൊക്കെ നമ്മളെ ഈ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളുന്നു, അവർക്ക് മാറ്റം ഉണ്ടാകുന്നു. അവര് എവിടെ പോയാലും നമ്മൾ ബന്ധപ്പെടുന്നു. നേരെ പത്മിനിയും അത് എടുത്തു പറയണം സാറേ. എവിടെ ചെന്നാലും ഞാൻ ഒരിക്കൽ അവന്റെ കൂടെ പോയി. അപ്പൊ വെള്ളം വേണമായിരുന്നു ഇതിന്. അപ്പൊ വെള്ളം കൊണ്ടുവന്ന് ഒരു ചെറുക്കൻ, ഇവനേക്കാൾ ഒരു 5-6 വയസ്സ് പൂത്തുള്ളൂ. എന്നിട്ട് അവനെ കണ്ടോണ്ട് ചോദിച്ചു, മോനാണോ കോൺട്രാക്ടർ, നോക്കി കണ്ടെടുക്കണം. ആ ഒരു ചെറുക്കന്റെ സ്നേഹം ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നോണ്ട് കണ്ടു. അങ്ങനെ അവിടെ ചെന്നാലും ആ സ്നേഹമുള്ള, നമ്മുടെ ബന്ധുക്കളെക്കാൾ സ്നേഹമുള്ള ഒരു അനുഭവം കിട്ടുന്നത് യൂണിവേഴ്സിന്റെ അനുഗ്രഹമാണ്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സാറിന് എത്ര വാക്കുകൊണ്ട് നന്ദി പറയാം. പിന്നെ പ്രാണസ്റ്റോണിൽ എല്ലാവരും സ്നേഹം കൊടുത്ത്, എല്ലാവരും സെലിക്ക് ഒരു സ്നേഹം കൊടുത്ത്, എല്ലാവരും സ്നേഹം കൊടുത്ത് അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് നിഷ സിംഗ്. ഒരു കോംപ്രമൈസും ഇല്ല. 3 മണിക്ക് ഞാനിവിടെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ വെച്ചാലും നിഷ 3 മണിക്ക് എഴുന്നേറ്റിരിക്കും. ഞങ്ങൾ യുഎയിലായതുകൊണ്ട് 3 മണിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനോട് മല്ലടിക്കുന്ന ആളാണ്. എന്നാലും ഇവിടെ ഒരു ക്ലാസ് മിസ്സാക്കൂല, ഒരു പ്രാക്ടീസ് മിസ്സാക്കൂല, ഒരു ഇത് മിസ്സാക്കൂല. നിഷയുടെ ജീവിതത്തിൽ ഞാനതിന് എന്താ വാക്ക് ഉപയോഗിക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ അത്രയും നന്നായി ചെയ്യുന്ന, അതുപോലെ ജീവിതത്തിൽ എല്ലാം അവർക്ക് നമുക്ക് വേണ്ടതൊക്കെ അതാ സമയത്ത് ലഭിക്കുന്നു എന്നത് മാത്രമാണ്. അങ്ങനെ മാത്രം പറയാൻ ആഗ്രഹം. ബാക്കിയെല്ലാം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സത്യം, സർവീശ്വരന്റെ ഒരു കടാക്ഷം എന്ന് മാത്രമാണ് പറയാൻ. നിശയ്ക്ക് വേണം 2 വാക്ക് സംസാരിച്ചോ പറയാനുണ്ടെങ്കിൽ. നമസ്തേ സർ. ഇത് സാറ് പറഞ്ഞ പോലെ തന്നെ സാർ, എല്ലാത്തിനും നന്ദി. ആഗ്രഹിച്ചെല്ലാം ഞാൻ വന്ന സ്റ്റേജ് സാറിന് അറിയാലോ, സാറിനോട് പരിചയപ്പെടുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവിടുന്ന് ഇപ്പോൾ എങ്ങനെയാന്നുള്ളത് എപ്പോഴും എനിക്ക് സമാധാനം, സന്തോഷം മാത്രം. കാരണം എല്ലാം എനിക്ക് യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നു. കൂടുതലൊന്നുമല്ല, എല്ലാം എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ. എൻ്റെ മോളുടെ ജോലിയുടെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന അന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അത് വിൽക്കാൻ 26 വർഷം ആ ലാൻഡ് വിൽക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ സാറിൻ്റെ കൂടെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത്, വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത്, സാറിനോട് വേറെ കാര്യം കൂടെ പറയണം സാർ. 2025 ഞാൻ സെറ്റ് ചെയ്ത വിഷൻ ബോർഡിലെ 4 കാര്യം 4 നടന്നു. അത് കംപ്ലീറ്റ് ചെയ്ത്. ഒന്നായിരുന്നു സാർ എൻ്റെ മോളുടെ ജോലി, 2 വീട് വെക്കണം എന്നുള്ളത്, മറ്റേ പഴയ വീട് വിൽക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ അത് 3, പിന്നെ എൻ്റെ വീടിൻ്റെ നാട്ടിലെ ഒരു കാര്യം, ഇത് 4 നടന്നു. പിന്നെ ഞാൻ ഇപ്പൊ ചെന്നപ്പോ സാർ ഞാൻ പറഞ്ഞു എനിക്കൊരു അമ്പലത്തിൽ പോകണമെന്ന് നേരത്തെ ഒരു ഇതുണ്ടായിരുന്ന, അത് 4. അങ്ങനെ ഇപ്പൊ ഞാൻ പോയപ്പോ അങ്ങനെ 4 ഗോളും അത് നടന്നു. പിന്നെ സാറ് പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്യുന്നേ ഉള്ളു. ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന എന്തോ അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോകുന്നു. അതാണ്, അങ്ങനെയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് സാറിന്റെ അനുഗ്രഹം യൂണിവേഴ്സ് എല്ലാം തരുന്നതുകൊണ്ട് ഭയങ്കര. അവിടെ ഇവർ 2 പേരും പറഞ്ഞ ഒരേപോലെ, 3 പേരും പറഞ്ഞ ഒരേ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പറഞ്ഞത് അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെയാണ് ലേൺ, അൺലേൺ, റീലേൺ പ്രോസസ്സ് വരുന്നത്. ഇനി ഇതേ പ്രാവശ്യം ഇപ്പൊ 2020 എനിക്കൊന്ന് ഇവരൊക്കെ 2020 മെഡിറ്റേഷനൊക്കെ ഒരു 3-4 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം പങ്കെടുക്കുന്ന മെഡിറ്റേഷൻ പിന്നെയും വരും. കാരണം എന്താ, പുതിയതാണ്. ഞാൻ മെഡിറ്റേഷൻ സെയിം തന്നെ കൊടുക്കുന്നെങ്കിലും അവരെ സംബന്ധിച്ചത് പുതിയതാണ്. ഇത് വലിയൊരു പ്രിൻസിപ്പിളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്ര പഠിച്ചു എന്ന് എല്ലാം എനിക്ക് അറിയാം എന്ന തോന്നൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നും അറിയില്ലെന്നാണ്. ഞാനിപ്പോ ഓരോ ദിവസവും ക്ലാസ് എടുക്കാൻ വരുമ്പോഴും ആലോചിക്കും, ഇന്നിപ്പോ എന്തിനെ പറ്റിയാ പറയാ, എന്താ ഒരു 2 നേരം 5 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് കുറച്ച് പോയിന്റൊക്കെ ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ചിന്തിച്ച് മാത്രമേ വരുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെറുതെ വന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതുപോലെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് നമ്മുടെ റഹീന ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം അവരനുഭവം. ഒന്നുമില്ല, കണ്ടീഷൻ ഒന്നുമില്ല, ഒരു കണ്ടീഷൻ ഇല്ല. എന്ത് വിചാരിച്ചോ
ഇല്ല സാർ, എനിക്കും അതുപോലെ തന്നെ എന്താ ഇനി ആഗ്രഹം നേടാനുള്ള എന്നുള്ള നേടാനുള്ളത് ഇതിലാണല്ലോ. നേടും സാർ. എനിക്കും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് സാർ. ചെറുതായിട്ട് എല്ലാ ആഗ്രഹവും സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ എനിക്ക് 133 എല്ലാ ദിവസം വെളുപ്പിന് ആഗ്രഹങ്ങളും എഴുതും, സാധിച്ചു. 5:55 എഴുതും. എനിക്ക് എന്നും എന്റെ അക്കൗണ്ടിൽ എവിടുന്നെങ്കിലും 10, 200, 500 രൂപ വരും. Okay, ഒരു മിനിറ്റ്. റഹീന പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് രാധനെ വിളിക്കാൻ. അതെ, ഞാൻ പറയാ എനക്ക് ഇനി എന്താ ആഗ്രഹം എന്നുള്ളത് ആലോചിക്കുക ആലോചിക്കാം. ഇപ്പൊ. കാരണം എല്ലാം വേഗം നടന്നു കിട്ടി. എല്ലാം ഇപ്പൊ മോന്റെ ഒരു എക്സാമും കൂടിയാണല്ലോ. മോന്റെ എക്സാം അവൻ ഇന്നലെ വന്ന് നല്ല കിടിലം, നല്ല സ്മാർട്ട് പയ്യനാ. അവന്റെ എക്സാം സൂപ്പർ റിസൾട്ട് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ +1 കാര്യങ്ങളൊക്കെയാണ്. അതെ, അവനും എന്താ ഇഷ്ടാണ് അവിടെ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം. അവനും നല്ലൊരു എന്താ പറയാ നല്ലൊരു മോനായി മാറും. നിങ്ങൾക്ക് എത്ര പേർക്ക് 10 പൈസ ചെലവില്ലാതെ സാറിനെ കാണാൻ കിട്ടി? എനിക്കതും സാധിച്ചു, മോനിക്കും സാധിച്ചു. എത്ര പേർക്ക് കിട്ടി? ഏതെങ്കിലും പ്രോഗ്രാമിൽ എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് വേണം സാറിന് നേരിട്ട് കാണാൻ. റഹീന ഒറ്റയടിക്ക് വീട്ടിലേക്ക് കയറി വന്ന് രണ്ടു പ്രാവശ്യം മകനെ പറഞ്ഞയച്ച് കയറി വന്ന് എന്റെ കയ്യിൽ നിന്ന് സ്റ്റോണും ഇത് പിരമിഡ് കുറച്ച് സമയം ഇരുന്ന് സാറിന്റെ എല്ലാ ടെക്നിക്കും എല്ലാം ഞാൻ എല്ലാം ചെയ്യലുണ്ട്. ഒന്നും 2 മണിക്കൂർ രാവിലെ ഞാൻ എഴുതാനിരിക്കും. അപ്പൊ എല്ലാം ശരിയായി വരുന്നു. പീഡിയ ഷോപ്പിലാണെങ്കിലും എനിക്കൊന്ന് അന്ന് 10,000 ദിറംസിന്റെ കച്ചവടം ഇപ്പം 15ന്റെ ഉള്ളിൽ വരുത്തുണ്ട് ദിവസം. ഹസ്ബൻഡ് നിൽക്കുന്ന ഷോപ്പിൽ പ്രശ്നങ്ങളില്ല. അതാണ് ഏറ്റവും. ആരും സൈലന്റ്. ഹസ്ബൻഡ് പോകണമെന്നില്ല, എപ്പെങ്കിലും തിരക്കുണ്ടാകുമ്പോ ഒന്ന് പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര പ്രഷർ ചെയ്യുന്നു. ഹസ്ബൻഡിന് പ്രഷറും ഷുഗറും എല്ലാം ഉണ്ട്. അതൊന്നും ഇല്ല. ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. ചെയ്തിട്ട് മാറ്റം കണ്ടിട്ട് പുള്ളിക്ക് മാറ്റം അനുഭവിച്ചിട്ട് ഇപ്പോ സാറിനൊന്ന് കണ്ടു കളയാമെന്നുള്ളൊരു ഷോപ്പിന്റെ ഒരു കാര്യം സംസാരിക്കേണ്ടിട്ട്. അല്ല, ഞാൻ പറഞ്ഞേ ഹസ്ബൻഡ് വീണ്ടും മേലത്തെ കാര്യം നോക്കും. ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞേക്കെ മേലെ പറ്റൂല. സാറ് പറഞ്ഞിരിക്കുന്ന മോക്ക് കിട്ടിയ ശേഷം മൂപ്പറും നല്ലൊരു സാറ് പറഞ്ഞ് അല്ലോ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ ഇന്നലെ മോനോട് പറഞ്ഞു എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. ഇനിയിപ്പൊ എന്റെ എക്സാം ആണ്. അതേ ഉള്ളൂ. എല്ലാം എന്തുണ്ടെങ്കിലും ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ട് ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. വെറുതെ അല്ല. അപ്പോഴാണ് നമ്മൾ മറ്റു ചില സമ്പത്തിന് വേണ്ടി മറ്റതിന് വേണ്ടി ഇതൊരു പാഷനുമാണ് ഇപ്പോ. പക്ഷെ ഇതിന്റെ നമ്മൾ കൊടുക്കുന്നത് ഒറിജിനൽ സ്റ്റോൺ ആണ്, ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ പുതിയതായിട്ട് വരുന്നത്. നമുക്ക് ക്രിസ്റ്റൽസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ക്രിസ്റ്റൽസിനെല്ലാം ട്രാൻസ്പെറന്റ് ആണ്. എന്ത് കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിസ്റ്റൽസ്. പ്രാവശ്യം ക്രിസ്റ്റൽസ് ബ്രേസ്ലെറ്റ്, ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. വളരെ കുറവാണ് ആൾക്കാർ, സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ അധികം വാങ്ങിക്കില്ല. നിങ്ങൾക്ക് മറ്റേ അഡീഷണൽ ബ്രേസ്ലെറ്റിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിസ്റ്റൽ സ്റ്റോണുകൾ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം കൂടി ഞാൻ പറയും. നമ്മൾ വീട്ടില് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉപയോഗിക്കുന്നവരുണ്ടാവും. വീട്ടിലെപ്പോഴും നെഗറ്റീവ് എനർജികൾ നിറഞ്ഞു നിൽക്കും. പല കാരണങ്ങളാണ്. വീട്ടിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? വീട്ടിൽ സ്ഥിരമുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി ഉള്ള ഒരു ഡബ്ബ അവിടെ ഉണ്ട്. അതിന്റെ പേര് പറയാമോ? ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്. ആളെ അല്ല കേട്ടോ, ഞാൻ ഡബ്ബയാ ചോദിച്ചത്. ആളെ പറയുമ്പോൾ ഭർത്താവ്, മകൻ, അമ്മായി, അമ്മ എന്നൊക്കെ പറയും. അത് വേണ്ട, ഇല്ല, പോരട്ടെ, പെട്ടെന്നാട്ടെ. എന്റെ കുട്ടികൾ ഇങ്ങനെയാണോ? ചാറ്റിംഗ് ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ അവർ ചാറ്റ് ചെയ്യുന്നത്? വീട്ടിലുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എനർജിയുടെ ഡബ്ബ. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ വന്ന പലരും ആ ഡബ്ബ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വേസ്റ്റ് ബോക്സ് ഒക്കെ നല്ല സാധനങ്ങൾ ഇടുന്ന സാധനം. വേസ്റ്റ് ബോക്സിൽ എവിടെയുള്ളത്? അല്ല, ഇതൊന്നും അല്ല. ഈ സാധനം വീട്ടിൽ നിന്ന് ഒഴിവാക്കിയവരുടെ മിക്കവരുടെയും വീട്ടിൽ ഇപ്പോൾ സന്തോഷവും സമാധാനവും മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു സംശയമില്ല, ആ വീട്ടിൽ നല്ല സന്തോഷം. യെസ് കേട്ടാ. 3, 4, 5 നല്ല ക്ലാസ് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ പറയുന്ന വാക്കുണ്ടോ? യെസ്, വന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നെഗറ്റീവ് നിങ്ങളിലേക്ക് നടക്കുന്ന സാധനത്തിന്റെ പേരാണ് TV. കണ്ടിട്ടുണ്ടോ? വീട്ടിൽ ടിവിയിൽ നെഗറ്റീവ് വാർത്തകളല്ലാതെ പോസിറ്റീവ് വാർത്തകൾ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും TV ഉണ്ടോ? ആരെയും വീട്ടിലുണ്ടോ? ചില വീട്ടിലുണ്ട്. എന്നെ കാണുന്ന വീട്ടിൽ TV ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ പിരിച്ചു. 1% നമ്മുടെ യൂട്യൂബ് കാണുന്നത് TV-ലൂടെയാണ്. അപ്പൊ അവരെ ഞാൻ പറയുന്നില്ല, മറ്റുള്ളവർ. എന്നാലും TV വേണ്ട, നമുക്ക് മൊബൈലിൽ കണ്ടാൽ മതി. മൊബൈലിൽ അതെ, ഇപ്പൊ ടിവിയുടെ കാര്യം മൊബൈലിൽ മാറി.
ടി വി നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യമാണ്. ഞാനപ്പോൾ അതല്ല പറയാൻ വന്നതാണ്. ഈ ഞങ്ങളൊക്കെ വീട്ടില്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ തന്നെ, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോണിനെ പറ്റി ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇത് അത്രയും പവറുള്ള സാധനമാണ്, റൗണ്ട് സ്റ്റോൺസ്. ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. നേരത്തെ റഹീന പറഞ്ഞു കേട്ടില്ലേ, ആരോടോ എൻ്റെ മോൻ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ പഠിത്തം നിന്നു, എല്ലാം കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? നെഗറ്റീവ് അടിച്ചു. പിന്നെ 2 പാത്രത്തിൽ ഉപ്പ് കൊണ്ടുവച്ചപ്പോ ഓക്കെ ആയി. ഉപ്പിന് അത്രയും ശക്തി ഉണ്ട് കേട്ടോ, ഉപ്പിന് ചെറിയ ശക്തിയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഉപ്പിന്റെ ശക്തിയെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ് സംസാരിച്ചതാണ്. ഈ സംഭവങ്ങൾ വീട്ടിൽ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഹീലിംഗ് ക്രിസ്റ്റൽസുകൾ, ഇതുപോലെ മറ്റ് സ്റ്റോൺസുകൾ വാങ്ങിച്ചു വെക്കണം. എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല, പറ്റുന്നവരെ കൊണ്ട് അത് ചെയ്തു വെക്കണം. അപ്പോ ഇതേ സാധനം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇതെല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല, എക്സ്പെൻസീവ് സാധനമാണ്. ക്രിസ്റ്റൽസ് ഭയങ്കര എക്സ്പെൻസീവാണ്, ഇത്രയും പവർഫുൾ ആയിരിക്കും. അപ്പൊ അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ വെക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ആർക്കും കടന്നു വരാം. മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മാത്രമേ എടുക്കുള്ളൂ. നേരിട്ട് വന്നാൽ അന്നേരം കയറ്റാൻ സാധിക്കില്ല. ഒരു ദിവസം മുമ്പേ ആയാലും പറ്റില്ല. അപ്പൊ 1-ാം തീയതിയോ ഒരു മാക്സിമം 5-ാം തീയതിക്കുള്ളിൽ അല്ല, കൺഫർമേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യുക. എന്നാൽ നമുക്ക് വരുന്ന ആളെ ഉറപ്പിക്കാം. പേയ്മെന്റ് ലാസ്റ്റ് ഇനിയിപ്പോ 1-ാം തീയതി ശേഷമൊക്കെ സാലറി കിട്ടുന്നവര് 1-ാം തീയതി ശേഷം പേയ്മെന്റ് അടക്കുക, 5-ാം തീയതി ശേഷം പേയ്മെന്റ് എടുക്കുക, 20-ാം തീയതി. അത് പ്രശ്നമില്ല. പേയ്മെന്റിന്റെ കാര്യം നിങ്ങൾ സെറ്റിൽ ചെയ്തോളൂ. 15 പിന്നെ അഡ്മിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തു. പക്ഷേ ബുക്കിംഗ് നിങ്ങൾ മുമ്പ് ചെയ്തില്ലെങ്കിൽ, ഞാൻ അവിടെ ഇപ്പോൾ ഒരു 100 ആൾക്ക് പറ്റുന്ന ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്, നിങ്ങൾ അവസാനം 125 ആളെ കയറ്റില്ല, 25 പേര് പുറത്താണ്. ഇനി പിന്നെ കൊല്ലത്തേക്ക് അടുത്തൊരു തവണ വരുന്നത് എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും നിങ്ങളുടെ ജീവിതം മാറ്റാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളുക. നമുക്ക് നേരിട്ട് കാണാം. സമ്പത്തിനെ പറ്റി ഇഷ്ടംപോലെ ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ടല്ലേ. വെൽത്ത് മാസ്റ്ററി ഹബിൽ പോയാൽ സമ്പത്തിനെ പറ്റി 100 കണക്കിന് ടെക്നിക്ക് പഠിപ്പിക്കുന്നത്. അത് ഉപയോഗിക്കാം. സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. പൈസ ഉണ്ടാക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മനസ്സുണ്ടാക്കാൻ അങ്ങനെ പറ്റില്ല. ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മനസ്സുണ്ടാക്കാൻ പറ്റില്ല. സമ്പത്ത് ഉണ്ടാക്കാൻ ടെക്നിക്ക് വെച്ച് പറ്റും. മനസ്സുണ്ടാക്കണമെങ്കിൽ മനസ്സിൽ മാറ്റം ഉണ്ട്. അത് തന്നെ വേണം, വേറെ ഓപ്ഷൻസ് ഇല്ല. അതിന് ടെക്നിക്ക് ഇല്ല. അപ്പൊ എല്ലാവരും താങ്ക് യു വെരി മച്ച്. കുറെ സമയമായി അല്ലേ? സംസാരിക്കാൻ പറ്റുമോ? ഞാനായി വരുത്തി വെച്ച കുറച്ച് കടങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് തന്നെ വീട്ടണം. റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. രക്ഷപ്പെടണം. എന്താ ചെയ്യേണ്ടത്? വാക്കുകൾ ഒന്നുകൂടി വായിക്കാം. അത് പോട്ടെ. ഞാനായിട്ട് വരുത്തി വെച്ച കുറച്ച് കടങ്ങളുണ്ട്. ഞാൻ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഷീജ പ്രസന്നം പറയുമ്പോ വാക്കുകളെ കറക്റ്റാണ്, പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ എപ്പോഴും വാക്കുകളുടെ ഇടയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുക. അതാണ് എല്ലാ ക്ലാസ്സും നമ്മുടെ ഇത് തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് കൂടുതൽ പണിയെടുത്താൽ കൂടുതൽ കാശ് കിട്ടും. ഒരുപാട് ക്ലാസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും സമയമില്ല. കൂടുതൽ പണിയെടുത്താൽ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാവേണ്ട ആൾക്കാരാരാണ്? സാധാരണ കൂലി വേലക്കാരാണ്. അവരാണ് ഒരു ദിവസം 8, 9, 10 അല്ലെങ്കിൽ 12, 13, 14 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവർ കാശുകാരായിട്ട് എവിടെയും കണ്ടിട്ടുണ്ടോ? ആരാണ് പൈസക്കാരനായിട്ടുള്ളത്? പണക്കാരനായിട്ടുള്ള ആരാണ്? റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം എന്താ? എന്തിലേക്കായിരിക്കും പിന്നെ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്? എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് റെസ്റ്റ് ഇല്ല. ഫോക്കസ് എവിടേക്കാണ് നമുക്ക് വേണ്ടത്? കാശ് വേണം, കാശ് വേണം, കാശ് വേണം. രണ്ടും തമ്മിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് ഒരുപാട് വീഡിയോ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഒരുപാട് ക്ലാസ്സുകൾ അതിനെ പറ്റി എടുത്തിട്ടുണ്ട്. ഷീജ അങ്ങനെ വർക്ക് ചെയ്യില്ല. ഷീജയോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അധികമായി വർക്ക് ചെയ്തതുകൊണ്ട് ആരും ഇന്നേ വരെ പൈസക്കാരായിട്ടില്ല. കാശ് ഉണ്ടാക്കുക, പണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടുക എന്നാണ്, നിങ്ങളുടെ എനർജി കൂട്ടുകയാണ്. അത് ഓവർ വർക്കിംഗ് അല്ല. ഇപ്പോൾ നിങ്ങൾ 1 മണിക്കൂറിന് 100 രൂപയാണ് വരുമാനം വാങ്ങിക്കുന്നതെങ്കിൽ അതേ നിങ്ങൾക്ക് 1 മണിക്കൂറിന് 1000 രൂപ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് സമ്പാദ്യം, അതായത് സമ്പന്നരുടെ ലക്ഷണം. നിങ്ങൾ 100 രൂപയാണ് 1 മണിക്കൂറിന് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ 1 മണിക്കൂറിൽ 1000 രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ സമ്പന്നനാണ്, അല്ലെങ്കിൽ നിങ്ങൾ സമ്പന്നനല്ല. ഇതാണ് അതിന്റെ ലളിതമായ വാക്ക്. അടുത്ത ആരാ ചോദിച്ചാൽ പറഞ്ഞോ. അടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം തങ്കമണി പറഞ്ഞു. സാറേ, കുറച്ചു ദിവസമായിട്ട് മനസ്സിനൊരു ടെൻഷനാണ്. എന്താ വെച്ചാല് മോനെ വീടെടുക്കുന്നതിന്റെ മുന്നിലായിട്ട് നമ്മളെ കുടുംബവക സ്വത്ത് തന്നെയാണത്.
ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. പിന്നെ അത് ആദ്യം അവര് നമുക്ക് തരാന്ന് പറഞ്ഞുകൊണ്ടാണ് വീടെല്ലാം അവിടെ കെട്ടി. ഇപ്പൊ വീട് കെട്ടി വന്നപ്പോ മുറ്റത്തിന് സ്ഥലമില്ല, അങ്ങനെയല്ല കുറച്ച് പോകാം. ഇപ്പൊ ചോദിക്കുമ്പോ അവർക്ക് അത് സ്വന്തം അനിയത്തി തന്നെയാണ്. അപ്പൊ ഇപ്പൊ ചോദിക്കുമ്പോ അവർക്ക് അത് ഹോപ്പ് വേണ്ട, നമ്മൾ സ്വന്തം കൊടുക്കൂല അനിയത്തിയുടെ എന്നെല്ലാം പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വന്തം അതിങ്ങനെ അല്ല സ്വന്തം അനിയത്തിയുടെ ഏട്ടത്തിയുടെ ഇടയിൽ ഞാൻ വന്ന് പെടണോ? പെടണം. ഞാൻ എന്തെങ്കിലും അഭിപ്രായം എന്നാലേ പറയണോ നമുക്ക് അതിനകത്ത്? അല്ലേ, ആ വാക്ക് അതിനകത്ത് ശരിക്കും പോയി. സ്വന്തം അനിയത്തിയാണ്, അപ്പൊ അതിന്റെ ഇടയിൽ ഞാനായിട്ട് വന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയണോ? പാടില്ല. അതില്ല. അത് ആദ്യം 2.25 തരാന്ന് പറഞ്ഞതാണ്. എന്നിട്ട് എന്നിട്ടൊരു ചെറിയൊരു കഷ്ണം വീതിക്ക് വേണ്ടിയിട്ട് 1.75 ഞാൻ എടുത്തത്, ആ കുറച്ച് 1 സെന്റ്. അപ്പൊ ബാക്കി ആ 2.25 10 സെന്റ് ഉണ്ട്. അതിപ്പോ എന്താ അവരെന്തല്ലോ ഇങ്ങനെ എന്താ ഒരു ഓക്കെ, ശരി. നമുക്ക് നാളത്തെ കുറെ ദിവസം അതുപോലെ ഒരു മിനിറ്റ്, നമുക്ക് നാളത്തെ മറ്റേ ജൂനിയർ മൈൻഡ് സെറ്റ് ക്ലാസ്സിൽ ഇത് സംസാരിക്കാം കേട്ടോ. ഓക്കെ, അതിൽ സംസാരിക്കാം. സാർ ജൂനിയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം ഒന്ന് പറയാം. യെസ്, നാളത്തെ അതിൽ സംസാരിക്കാം. ഒരു മിനിറ്റ്, ബിന്ദു ഷിബു ചോദിച്ചാണ് ജൂനിയർ മൈൻഡ് സെറ്റ് ക്ലാസ്സിന്റെ കാര്യം. ജൂനിയർ മൈൻഡ് സെറ്റ് ക്ലാസ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്ലാസ് ആണ് ജൂനിയർ മൈൻഡ് സെറ്റ്. ഏറ്റവും ബേസിക് ആണ്. ആകെ 2222 രൂപ എടുത്തിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്താൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മൾ എന്താണെന്ന് തിരിച്ചറിയും. ചിന്തകളും നമ്മളും വ്യത്യസ്തരാണ് എന്നും, അപ്പൊ ചിന്തകളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളാണ് ചിന്തകളെ നിയന്ത്രിക്കണമെന്നും, എന്താണ് മനസ്സ് എന്നും, എന്താണ് മനസ്സിലെ ബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നും ഇത് വ്യത്യസ്തത നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് വിവിധ തലങ്ങളുണ്ടെന്നും, ഈ തലങ്ങളിലൂടെ ഏത് തലങ്ങളിലൂടെയാണ് നമ്മൾ പോകേണ്ടതെന്നും, എന്താണ് ഈ പോസിറ്റീവ് എന്നും മനസ്സിലാവും. ഇതാണ് ജൂനിയർ മൈൻഡ് സെറ്റ്. ഇത് കമ്പൽസറി ആയിട്ട് എല്ലാവരും എടുക്കണം എന്നുള്ള പറയുന്ന ഒരു കോഴ്സാണ്. അത് എടുക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അൺമ്യൂട്ട് ചെയ്തോളൂ നിങ്ങള്. സാർ, അപ്പൊ നമ്മുടെ ജോലിയിലൊക്കെ നമുക്കൊരു എനർജി ഒക്കെ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണോ സാറേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എനർജി പോകുന്നത് എന്തിനാണ്? നിങ്ങളുടെ ചിന്ത അത് ഇന്നലത്തെ ക്ലാസ് മിനിയാന്ന് എടുത്ത ക്ലാസ് അതാണല്ലോ. മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ടോ? നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിക്കോളൂ, വീഡിയോ ഉണ്ട്. മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ടോ? എന്താണ് ക്ഷീണിച്ചത് യഥാർത്ഥത്തിൽ? നിങ്ങളാണോ ക്ഷീണിച്ചത്, മനസ്സാണോ ക്ഷീണിച്ചത്? എത്ര മണിക്കൂർ നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സ് ചിന്തിക്കുമ്പോൾ ശരീരം എങ്ങനെയാണ് ക്ഷീണിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകാൻ താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാ? ക്ഷീണം കൊണ്ടല്ലേ? ഞാൻ തയ്ക്കുന്ന ആളാ. ഞാൻ പറഞ്ഞു സോറി. ജോലി ചെയ്യാൻ പറ്റാത്ത ചിന്തകൾ കൂടുതൽ കൊണ്ട് നിങ്ങൾ ഡ്രൈൻ ഔട്ട് ആവുകയല്ലേ ചെയ്യുന്നത്. അതെ. അപ്പൊ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളാണോ ശരിക്കും? അത് ആ ഡിഫറൻസ് മനസ്സിലാക്കിയ പിന്നെ ചിന്തകൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാവും, പക്ഷെ നിങ്ങളെ ചിന്തയിൽ പോയിട്ട് നിൽക്കൂല. കമ്പൽസറി ആയിട്ട് നിങ്ങൾ എടുക്കണം കോഴ്സ്. ആ കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ലളിതമാണ്, പക്ഷെങ്കിൽ നമ്മൾക്ക് അറിയുന്ന കാര്യം പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നത് മാത്രമാണ് സത്യം. സാർ, കൊല്ലത്തേക്ക് വരണം നല്ല ആഗ്രഹമുണ്ട്. എടുത്തേക്ക് വരാൻ അതിന് സാധിക്കും. കൊല്ലത്തേക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട്. ഹെൽത്തിന് കുറച്ചൊരു ഇതായിട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു സാറേ, സാറിന്റെ പ്രാർത്ഥന വേണം. കൊല്ലത്തേക്ക് വരാനുള്ള എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇല്ല സാറേ, കൊണ്ടുവരുന്നതാണ്. വഴിയെ പോകുന്നതിനൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടത് എന്റെ കാര്യം, എന്റെ തന്നെയാണ്. വഴിയെ പോകുന്നൊക്കെ എന്റെതാണ്. സാറേ, ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ ഫ്രഷ് കട്ട് വെജിറ്റബിളിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ രാവിലെ ഞാൻ നമ്മുടെ സുഖാബ്ദി വിശ്വാസവും സുഖചിന്തകളൊക്കെ സംസാരിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര പവർ. ഈ ജിഷിയാണ് ഇതൊക്കെ പറയണേ. ജിഷി ഇങ്ങനെ സംസാരിക്കണേ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും കേൾക്കും, ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞു. ഞാൻ എല്ലാവർക്കും സാറിന്റെ ക്ലാസ് ഓരോന്ന് ഇട്ട് കൊടുക്കും. ഇപ്പൊ എന്നോട് പറയും, അതേ ജിഷ വെറുതെ അല്ല ജിഷ ഇങ്ങനെ മാറിയെന്ന്. ഞാൻ മെഡിറ്റേഷനുണ്ട്, യോഗയിലുണ്ട്, ജേണിറ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ട്. പിന്നെ എന്റെ ലക്ഷ്യം നേരത്തെ എന്തായിരുന്നു അവിടെ എനിക്ക് എത്താൻ പറ്റി. അതൊക്കെയാണ് ഇതൊക്കെയാ ജിഷേജി. അപ്പൊ ഒരു പയ്യനാണ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ്. ജിഷേജി ഈ പറയുന്ന മോട്ടിവേഷൻ ഭയങ്കര രസമാട്ടോ, ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. കുറെ സെന്റൻസ് ആയിട്ട് ഞാൻ ഇന്ന് ചേച്ചി പറഞ്ഞ വോയിസ് കേൾക്കും. ശുഭാബ്ദി വിശ്വാസത്തോടും ശുഭചിന്തയോടും കൂടി നല്ല ദിവസം ആരംഭിക്കട്ടെ എന്നൊക്കെ പറയും എല്ലാവരോടും. അതിലെല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഫേസലായിട്ട് ജിഷ ഇങ്ങനെ പഠിച്ചേ എന്നൊക്കെ ചോദിക്കുക. ജിഷ ഇങ്ങനെ സംസാരിക്കാറായോ?
എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞോ, പേഴ്സണലായിട്ട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഫോൺ എടുക്കാൻ സമയമില്ല. പിന്നെ അതുമല്ല അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ എന്നും നമ്മുടെ ശുഭാപ്തി വിശ്വാസം എല്ലാവർക്കും കേൾക്കണം. കേട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ എല്ലാവരും എവിടെയാന്ന് ചിഹ്നം വരും എനിക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് സന്തോഷമുണ്ട് സാറേ, എല്ലാവരും ഹാപ്പിയാ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കേറാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. താങ്ക് യു സാറേ. എന്തിനാണ് ഹേമ ഇത് കേട്ടപ്പോൾ ചിരിച്ചത്? നമസ്കാരം സാർ. അല്ല, ഇന്നത്തെ ദിവസം എന്താ? ഞായറാഴ്ചയാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കണം, എനിക്ക് വേറെ പണിയില്ല. പറഞ്ഞു പിന്നെ ഇന്ന് ഞാൻ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ പ്രാണസ്റ്റോണ് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. കാരണം മക്കൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് വേണ്ടി. അങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു 3 ദിവസത്തോളായിട്ടുണ്ടാവും എന്റെ വലതയിൽ വെച്ചിട്ട് നെഞ്ചോട് വെച്ചിട്ട് പ്രാർത്ഥിക്കാറ്. അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ വലത് കൈയിന്റെ വലിയ വിരലുണ്ടല്ലോ, അതിന്റെ തലപ്പത്ത് സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്ന മാതിരി. ആദ്യത്തെ ദിവസം ഞാൻ കുത്തിയപ്പോ കരുതി ഇതെന്താ പെട്ടെന്ന് എന്തെങ്കിലും കുത്തറ്റി ചെയ്യണോന്ന് കരുതി. പിന്നെ ഞാനത് വിട്ടു. പക്ഷെ ഇപ്പോഴും എനിക്ക് അങ്ങനെ ഇന്ന് രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം രാവിലെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോവുക ചെയ്തത്. അപ്പൊ ഇന്ന് വന്നിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഇന്ന് ചെയ്തപ്പോഴും എനിക്ക് അതേപോലെ പെട്ടെന്ന് ഒരു കുത്ത്, പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കുക. ആ ഒരു സ്ഥലം കുറച്ചൊരു സൂചി കൊണ്ട് കുത്തുന്ന ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, വേറെ എവിടേക്കും ആ ഒരു ഇതില്ല. ഇത് നിങ്ങൾ മറ്റു ചിലവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കാണ്. സ്റ്റാറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. എന്താണ് പറയുന്നത്? മെസ്സേജ് എന്താ? ഓക്കെ, ഇതിന്റെ പാട്ടാണ്, സ്റ്റോണിന്റെ പാട്ടാണ്. സ്റ്റോൺ നിങ്ങൾക്ക് ശരിയായി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളുടെ എനർജിയും സ്റ്റോണിന്റെ എനർജിയും ഇങ്ങനെയാണ് അലൈൻ ആവുക. ഇപ്പോ നിങ്ങൾക്ക് അങ്ങനെ സ്പാർക്ക് വരുന്നത് നിങ്ങളുടെ എനർജിയും സ്റ്റോണിന്റെ എനർജിയും ബാലൻസ് ആവാത്തത് കൊണ്ടാണ്. ഇതിന്റെ തത്വത്തിൽ പറഞ്ഞാൽ, ഇനി നിങ്ങൾ കുറച്ച് ദിവസം കൈ പിടിച്ച് നിങ്ങൾക്ക് അതിന്റെ എനർജിയും നിങ്ങളുടെ എനർജിയും പാകപ്പെടണം. അതിനുവേണ്ടി ഇനി ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ മെഡിറ്റേഷനും ശ്രീജ രാവിലെ വരുന്ന മെഡിറ്റേഷൻ സമയത്ത് തന്നെ ആ സ്റ്റോൺ കയ്യിൽ പിടിച്ചോളുക. എന്നിട്ട് നിങ്ങളുടെ എനർജി ലെവലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വീട്ടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, അകത്ത് ചെരുപ്പ് ഉപയോഗിക്കില്ല. ടൈൽസ് ആണോ മാർബിൾ ആണോ? ടൈൽസ് സിറ്റ് ഔട്ടിൽ മാത്രമേ ടൈൽസ് ഉള്ളൂ. സിറ്റ് ഔട്ടിലും 2 റൂമുകളിലും മാത്രമേ ടൈൽസ് ഉള്ളൂ. ബാക്കിയുള്ളവിടെ എല്ലാം കാവ്യാണ്. ഓക്കെ. അത് നമ്മുടെ ഈ ഫ്ലോറിൽ നിന്നുള്ള എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ അതൊന്നും കൂടി ഒന്ന് നോക്കണം എവിടെയാണ് വരുന്നതെന്നുള്ളത്. പക്ഷെ ഇത് നിങ്ങളുടെ എനർജിയും ഈ സ്റ്റോണിന്റെ എനർജിയും മാച്ച് ആവാത്തതുകൊണ്ടാണ് ആ ഒരു ഷോക്ക് വരുന്നത്. ഷോക്കാണ്, ചെറിയൊരു ഇലക്ട്രിക് ഷോക്കാണ്. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാറിക്കോളും. മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും നിങ്ങൾ മാളിലൊക്കെ നടക്കുമ്പോൾ അറിയാം, എനിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. സ്റ്റോൺ ഇരുമ്പ് പിടിക്കാൻ പോകുമ്പോൾ അപ്പ അടി കിട്ടും. അത് കുഴപ്പമില്ല, നല്ല വിഷയമൊന്നുമില്ല. അതുകൊണ്ട് വലിയ വിഷയമായിട്ട് എടുക്കണ്ട. പ്രിയങ്ക പറഞ്ഞു. സാറേ, അതിലെ കൊല്ലം പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷെ മാർച്ച് ലാസ്റ്റ് പോവാണ്. അപ്പൊ ട്രാവലിങ് തൃശ്ശൂർ വന്നിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ സാറിന്റെ മെഡിറ്റേഷനിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, കുഞ്ഞുള്ളതുകൊണ്ട്. സാറിന് അറിയാലോ. പക്ഷെ ഞാൻ മാക്സിമം കിട്ടുന്ന ദിവസമെല്ലാം എഴുതി വെക്കും. അപ്പൊ അങ്ങനെ എനിക്ക് വന്ന ഒരു വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിംഗ് ലോൺ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അപ്പൊ ഞാനത് പേഴ്സണലി സാറിന്റെ അടുത്ത് ഒരു സെഷൻ എടുത്ത് പറയണോ? അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ചിട്ടി കിട്ടി, അത് അടച്ചു. ഇനിയിപ്പോ ഹസ്ബൻഡ് വരുന്നുണ്ട് 16th. അതൊന്ന് അലൈൻ ചെയ്ത് എടുക്കണം. ഓക്കെ സർ. ഒരു ബ്രേക്ക് ത്രൂവിന്റെ സമയമായിരിക്കണം അത് നിങ്ങളിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അമ്മയ്ക്കും ഏട്ടനും നിങ്ങൾക്കും അത്രയും മാറ്റം ഉണ്ടായത് ആ കയ്യിലിരിക്കും. സർ ഇപ്പൊ അത് സാർ പറഞ്ഞ കറക്റ്റാ. ഈ എല്ലാം ആ ഒരു ടൈം, കാരണം ഇപ്പൊ ഒരു 2 വീക്സ് 3 വീക്സ് ആയി ഞാൻ മൈൻഡിൽ ഇങ്ങനെ സാറായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഞാൻ മാമിന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ഇട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് മേ ബി അത് ആയിരിക്കാം സാർ പറഞ്ഞ പോലെ. ഉണ്ട് നിങ്ങളുടെ വീട്ടില് നിങ്ങളെ കുഞ്ഞു വാവ ഒന്നുകൂടി എനിക്ക് അവന് ഭയങ്കര ഒരു വലിയ നല്ലൊരു ദൈവികമായ എനർജി അവനിലുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റും ആള്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. ബൈ ബൈ. അപ്പൊ ഇന്ന് തന്നെ എത്ര പേര് ബുക്ക് ചെയ്യുന്നു നോക്കുക. പിന്നെ അന്ന് കൊല്ലം പ്രോഗ്രാമിനകത്ത് വേറൊരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. നമ്മുടെ 2 പുസ്തകങ്ങൾ അന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പുസ്തകം, മനസ്സൊരു വിസ്മയത്തിന് ഇംഗ്ലീഷ് പുസ്തകം ജേർണി ടു ഹാപ്പിനെസ്സും,
മാസ്റ്റർ യുവർ ലൈഫ്, മാസ്റ്റർ യുവർ ബിസിനസ് എന്ന് പറയുന്നത്, മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പുസ്തകത്തിന് മലയാളവും. അപ്പൊ ബിസിനസിന്റെ മേഖലയിലുള്ളവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു പുസ്തകമാണ് അത്. നേരിട്ട് അന്ന് നേരം നമുക്ക് വളരെ പ്രശസ്തരായ ആൾക്കാരായിരിക്കും അന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, പുസ്തക പ്രകാശനം ഉണ്ടാവുന്നത്. അപ്പോ ആ വേദി നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ, അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ആൾ. മറ്റൊന്നുമില്ലല്ലോ, വേറൊന്നുമില്ല. താങ്ക് യു സർ. താങ്ക് യു.